എന്തായാലും ഒരു ട്രാവലിംഗ് വ്ളോഗ് ആകാമെന്നോർത്ത്. എപ്പോഴും കുക്കിംഗ് വീഡിയോസ് അല്ലേ ചെയ്യുന്നത്, ഇടയ്ക്കൊക്കെ ഒരു ട്രാവലിംഗ് വ്ളോഗും ആകാമല്ലോ. അപ്പം അണ്ണച്ചിയുടെ ഫാമിലീസ് ഞങ്ങളെല്ലാവരും കൂടാണ് പോകുന്നത്. തിരുവനന്തപുരത്താണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തെ സൂമിലാണ് ഫസ്റ്റ് പോകുന്നത്. വൺ ഡേ ട്രിപ്പാണ് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ എന്നും ഒന്നും പോകുന്നില്ലല്ലോ, വർഷത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മാസങ്ങൾ, ഒരു 6 മാസമൊക്കെ കൂടുമ്പം അങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലീസൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം പരസ്പരം എല്ലാവരും സംസാരിച്ചും ഓരോ ഫോട്ടോസൊക്കെ എടുത്തും എല്ലാം കാഴ്ച കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിൽ എല്ലാവരും കൂടെ പോകുമ്പം അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റിലെ സൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഒരു പ്രത്യേക വൈബാണ്, ഒരു ഫീൽ തന്നെ. കാരണം നല്ല തണലൊക്കെയാണ്. ആദ്യമേ തന്നെ നമ്മൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ സിംഹവാലൻ, കുരങ്ങ്, അങ്ങനെ ഓരോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചിലതിൻ്റെ പേരൊന്നും പറയാത്തത്. പിന്നെ ഇത് കണ്ടോ, കൊക്കിൻ്റെ തന്നെ വെറൈറ്റി ടൈപ്സൊക്കെ ഉണ്ട്. അപ്പോൾ കൊക്കിനെയൊക്കെ നല്ലൊരു ഗ്യാലറി പോലെ ആക്കി ചില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ കൂടെയൊക്കെ ആണെങ്കിലും വെള്ളത്തിൻ്റെ മേളിൽ കൂടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. നമ്മൾ വലിയവർക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകമാണ് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണുമ്പം. അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. അതുകൂടാതെ തന്നെ അവിടെ വണ്ടിയിൽ ഇങ്ങനെ നമുക്ക് വേണേൽ ചുറ്റുമൊക്കെ കാണാം. പിന്നെ ഓരോന്നിനെയും സെപ്പറേറ്റ്, പക്ഷികളെ ആണെങ്കിൽ അതിൻ്റെ രീതി, മൃഗങ്ങളെ പിന്നെ പാമ്പുകളെയൊക്കെ അതിൻ്റേതായ രീതിയിലാണ് അതിനെയൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് എല്ലാവരും കുറേ നേരം ഇരുന്ന് അവിടുന്ന് നേരെ വന്നത് ഭീമാവള്ളിയിലോട്ടായിരുന്നു. നമ്മൾ തിരുവനന്തപുരം വരാനിരുന്നപ്പോൾ തന്നെ ഭീമാവള്ളി പോകണമെന്ന് ഫസ്റ്റിലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഭീമാവള്ളി വരുമ്പോൾ തന്നെ മണലുകളൊക്കെ ചുറ്റിനുമുണ്ട്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ അവിടെ പ്രാവുകളും, പിന്നെ നമ്മൾ പള്ളിക്കകത്തൊക്കെ കയറി ദുആ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാഹിച്ചൊക്കെ ഇതായപ്പോഴത്തേനും കുലുക്കി സർബത്ത് കുടിക്കാമെന്നോർത്തു. ഇത് മൊജിറ്റോ പോലാണ്. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ആപ്പിളിൻ്റെ, മുന്തിരിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ശംഖുമുഖം ബീച്ചിലാണ്. ബീച്ചിന് സമീപം തന്നെ ഒരു ദേവീക്ഷേത്രവും ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് വിമാനത്താവളം. പിന്നെ ബാഗിൻ്റെ തന്നെ കുറേ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിലക്കുറവായതുകൊണ്ട് ബാഗൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ തന്നെ ആ കടൽ തിരമാലകളൊക്കെ അടിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ്. ഓടി ചെന്ന് ബീച്ചിലോട്ട് ഇറങ്ങാനാണ് ഫസ്റ്റിലെ നമുക്ക് തോന്നുന്നത്. പിന്നെ മണലൊക്കെ കാലയിലൊക്കെ ഒരുപാടൊക്കെ പറ്റി, എന്നാലും സാരമില്ല. നമ്മൾ ബീച്ചിൽ വരുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ ആയിപ്പോവും. വെള്ളത്തിൽ നമ്മളിങ്ങനെ ബീച്ചിൽ വരുമ്പോൾ നമുക്ക് എത്ര വേണേലും വെള്ളത്തിൽ ഇറങ്ങാമല്ലോ. കുഞ്ഞിലെയൊക്കെ ഉമ്മച്ചിയൊക്കെ ആയിട്ടാണേലും വരുമ്പം ബീച്ചിൽ ആ മണലോരത്ത് ഇങ്ങനെ ഓരോ പേരൊക്കെ എഴുതി വെക്കുമായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് തിരുവനന്തപുരം ലുലുവിലാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാനാണെങ്കിൽ പറയാമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ലുലു മാളിൽ വരുന്നത്. തിരുവനന്തപുരം എന്നല്ല, വേറെ എവിടെയും അങ്ങനെ പോയിട്ടില്ല. എന്തോ എനിക്കങ്ങനെ പോകണമെന്നും തോന്നിയിട്ടില്ല. പിന്നെ നമുക്കിങ്ങനെ വരാനായിട്ടൊരവസരം കിട്ടിയപ്പം എല്ലായിടമൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആകെപ്പാടെ ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഒരുപാടൊന്നും കാണാനൊന്നും പറ്റിയില്ല. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ മാത്രമായിട്ടൊരു ദിവസം വരണം. പിന്നെ ഇപ്പോൾ കോട്ടയത്തും ഉണ്ടെന്നാണ് പറയുന്നത്. കോട്ടയത്ത് പിന്നെ നമ്മുടെ അടുത്താണല്ലോ. പിന്നെ ഞാൻ ഇതിനകത്ത് മ്യൂസിക് ഒന്നും കൊടുക്കാത്തത്, ഇത് നല്ല രീതിയിൽ ഇത് വായിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മ്യൂസിക് കൊടുക്കാത്തത്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും കാരണം നമുക്ക് ഇതിൻ്റെ സൗണ്ട് കൊണ്ടൊന്നും നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കേൾക്കത്തില്ലല്ലോ. പിന്നെ എല്ലാവരും ഇതൊക്കെ കാണുന്ന ആ ഒരു തിരക്കിലും ആ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കാണെങ്കിലും വീഡിയോയിൽ സംസാരിക്കാനാണെങ്കിലും ഒന്നും തോന്നത്തില്ല. അപ്പോൾ ചുറ്റും കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കൂടെ ആയപ്പം നമ്മൾ വന്ന സമയവും നല്ലതായിരുന്നു. പിന്നെ അത്യാവശ്യം എല്ലായിടമൊക്കെ കറങ്ങി കണ്ട് കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വർഷം എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു.